തൊട്ട് മുമ്പിലുണ്ടായിരുന്ന ഡിസ്കഷൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ വർത്തമാനം അതിന് തുടർച്ചയായിട്ട് പറയാമെന്ന് എനിക്ക് തോന്നുന്നു. രാഷ്ട്രീയ പാർട്ടികൾ പലപ്പോഴും മതങ്ങളുടെ പിറകെയും സമുദായ നേതാക്കന്മാർക്ക് പിറകെയും പോകുന്നതൊരവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. കുറച്ച് കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, പക്ഷേ അതുണ്ട്. ഇടയ്ക്ക് വളരെ കുറഞ്ഞതാണ്. ഇപ്പോൾ അത് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആകാശത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് ഭൂമിയിൽ നിന്നേ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ആളുകൾ വോട്ട് ചെയ്തെങ്കിലേ അവർക്ക് അധികാരത്തിൽ വരാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് അവർക്ക് ആളുകളുടെ ചിന്തയ്ക്ക് ചേർന്ന വിധത്തിൽ അവർക്ക് പ്രവർത്തിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു പ്രായോഗികമായൊരു പ്രശ്നമുണ്ട്. അപ്പം നമ്മൾ കാണേണ്ടത് ആളുകൾ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. അതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. ഒരു 100 വർഷം മുമ്പ് നിങ്ങൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു വിവാഹ സദ്യയുടെ ചുറ്റും നടക്കുന്ന ചർച്ചകളോ, നമ്മളൊരു 100 വർഷം മുമ്പ് ഒരു മരണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിവാഹ വീട്ടിലെ ചർച്ച 100 വർഷം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സമയം മനുഷ്യരെങ്ങനെ മുമ്പോട്ട് പോകാം എന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നൊരു കാലമായിരുന്നു. എങ്ങനെ പുലയനും ഈഴവനും നായർക്കും നമ്പൂതിരിക്കും ക്രിസ്ത്യാനിക്കും മെച്ചപ്പെട്ട മനുഷ്യരാകാൻ പറ്റുമെന്നുള്ള ചിന്തയുടെ ഒരു കാലമായിരുന്നു. ഇപ്പോൾ നമ്മൾ അതേ വിവാഹ സദ്യയ്ക്കും വിരുന്നിനൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ മരണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജാതിയിലേക്ക് ചിന്ത ചുരുങ്ങുന്നു, വർത്തമാനം ചുരുങ്ങുന്നു. എങ്ങനെ മറ്റുള്ളവൻ എൻ്റെ ശത്രുവാകുന്നു, മറ്റുള്ള മതക്കാരൻ, പറ്റുമെങ്കിൽ ജാതിക്കാരൻ എനിക്ക് അപരനാകുന്നു എന്നുള്ള അതിവിചിത്രമായ ഒരു വസ്തുത നമ്മുടെ കണ്ണിന് മുമ്പിലുണ്ട്. കേരളം അങ്ങനെ നോക്കിയാൽ കേരളം മുമ്പോട്ട് പോവുകയല്ല ചെയ്തത്. കേരളം വളരെ പെട്ടെന്ന് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ പൊതുവെ ഇപ്പം എന്നെ വിളിച്ചിരിക്കുന്നതും മാധ്യമങ്ങളുടെ പങ്കിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അവിടെയും നമ്മൾ യാഥാർത്ഥ്യം എന്നുള്ളത് നമ്മുടെ ഈ സമൂഹത്തെ ഇത്രയധികം വളരെ വേഗത്തിൽ പിറകോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ സാധാരണഗതിയിൽ ചീത്ത വിളിക്കാറുള്ള മെയിൻ സ്ട്രീം മാധ്യമങ്ങളല്ല. മലയാള മനോരമയോ മാതൃഭൂമിയോ ഏഷ്യാനെറ്റോ അവരുടെ TV ചാനലുകളോ നമ്മുടെ സമൂഹത്തെ പിൻപോട്ട് കൊണ്ടുപോകുന്നതിനേക്കാൾ എത്രയോ വേഗത്തിലാണ് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങൾ നമ്മളെ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വസ്തുത. ഇതിൻ്റെ അകത്ത് പല ഘടകങ്ങളുണ്ട്. ഇത് ടെക്നോളജി വന്നതോടുകൂടി ഇപ്പോൾ നേരത്തെ മലയാള മനോരമയിലോ മാതൃഭൂമിയിലോ അവരുടെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ കവറേജുകൾ, ഒരു തൃശ്ശൂർ പൂരം, ഒരു മാരാമൺ കൺവെൻഷൻ, ചിലപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവം, ഇതൊക്കെയാണ് ദേശീയ തലത്തിൽ അവരുടെ എല്ലാ പത്രത്തിൻ്റെ എല്ലാ താളുകളിലും പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടൊക്കെ നിൽക്കുക. അതൊക്കെ നാടുകളുടെ ഉത്സവം. പിന്നെ ലോക്കൽ എഡീഷനുകളിൽ അവിടുത്തെ പള്ളിപ്പെരുന്നാൾ ഉത്സവം, പിന്നെ ഇതൊക്കെ നമ്മുടെ സമൂഹ സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. അതല്ല സത്യത്തിൽ നമ്മളെ ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചിന്തയെ, നമ്മുടെ റേഷണൽ തോട്ടിനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. റേഷണൽ തോട്ടിൽ നിന്നും താഴേക്ക് പോയി ഏറ്റവും അസംബന്ധമായിട്ടുള്ള ചിന്തകൾ നമ്മളെ ചിന്തിപ്പിക്കുന്നത് ഈ തൃശ്ശൂർ പൂരത്തെക്കുറിച്ചുള്ള വാർത്തയല്ല. അത് നമുക്ക് വി ഹാവ് ഇൻറ്റേർണലൈസ്ഡ് ഇറ്റ്. അത് നമ്മുടെ ചിന്തയിൽ പണ്ടേ ഉണ്ട്. ഇതൊക്കെ ഉള്ള തൃശ്ശൂർ പൂരവും ഗുരുവായൂർ ക്ഷേത്രവും വെട്ടുകാട് പള്ളിയിലെ തിരുനാളും ഒക്കെ ഉള്ള കേരളം തന്നെയാണ് എത്രയോ പ്രാവശ്യം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതല്ല പ്രശ്നം. അടിസ്ഥാനപരമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സമൂഹത്തെ വലിയ തോതിൽ പിറകോട്ട് കൊണ്ടുപോകുന്ന ഒരവസ്ഥ ഇന്നുണ്ട്. അത് സോഷ്യൽ മീഡിയ എന്ന് നമ്മൾ പറയുന്ന നമ്മളുടെ എല്ലാം കയ്യിലുള്ള ഈ സാധനമാണ്. ഇതിൻ്റെ അകത്ത് ഈ ടെലഫോണിൽ വരുന്ന, നമ്മുടെ സ്മാർട്ട് ഫോണിൽ വരുന്ന, അത് യൂട്യൂബിൽ വരുന്ന, വാട്സപ്പിൽ വരുന്ന, ഫേസ്ബുക്കിൽ വരുന്ന അസംബന്ധങ്ങൾ, അതാണ് നമ്മുടെ സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുന്നത്. നമ്മൾ മാധ്യമങ്ങളുടെ ഒരു പങ്ക് എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ മെയിൻ സ്ട്രീം മുഖ്യധാരാ മാധ്യമങ്ങളെക്കാൾ വളരെ വളരെ കൂടുതലാണ് സാമൂഹ്യ മാധ്യമങ്ങൾക്ക് ഇതിലുള്ള പങ്ക്. ഇപ്പം നിങ്ങൾ നോക്കൂ, നേരത്തെ അസംബന്ധങ്ങളൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടായിരുന്നു. കൊച്ചു കൊച്ചു അത്ഭുതങ്ങളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളൊക്കെ നമ്മുടെ നാടുകളിലുണ്ടായിരുന്നു. അതൊക്കെ ആ ഗ്രാമങ്ങളിൽ വെച്ച് തീരുമായിരുന്നു. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ എവിടെയെങ്കിലും, ഇപ്പം ഞാൻ കണ്ണൂരുകാരനാണ്, കണ്ണൂരൊക്കെ അത്ഭുതം പ്രവർത്തിക്കുന്ന
മാതാവൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ആ മാതാവ് പ്രത്യക്ഷപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ അത് ആ ഒരു പള്ളിയുടെ ചുറ്റും മാത്രമായിട്ട് നിന്നിട്ടുണ്ടായിരുന്നേനെ. ഇതിപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇത് മൂന്നാമത്തെ ദിവസം യൂണിവേഴ്സലാകുന്നു. അതാണ് അതിൻ്റെ വ്യത്യാസം. കണ്ണൂർ ഏതെങ്കിലും ഒരു മലയുടെ മുകളിലുള്ള ഒരു സംഭവം ആ ചുറ്റുവട്ടത്ത് ആ പഞ്ചായത്തിൽ 20 വർഷം മുമ്പ് നിൽക്കുമായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ലോകത്തുള്ള മുഴുവൻ ക്രിസ്ത്യാനികളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഈ അത്ഭുത മാതാവിൻ്റെ കഥ പോയി കഴിഞ്ഞിരിക്കുന്നു. ഈ ടെക്നോളജി നമ്മുടെ സമൂഹത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനല്ല പലപ്പോഴും ഉപയോഗപ്പെടുത്തുന്നത്. ഇത് ഗംഭീരമായി ഉപയോഗപ്പെടുത്തുന്നുമുണ്ട്. എനിക്ക് തോന്നുന്നില്ല യുക്തിവാദി പഠന കേന്ദ്രത്തിനും സ്വന്തമായിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടോ? ഉണ്ടോ? ഉണ്ടല്ലേ? നിങ്ങൾക്കുള്ള റീച്ചിൻ്റെ 1,00,000 ഇരട്ടിയായിരിക്കും. നിങ്ങൾ പരമാവധി പോയാലെത്താൻ സാധ്യതയുള്ള 1000 പേരിലായിരിക്കും. പക്ഷേ ഏതെങ്കിലും നമ്മുടെ നാട്ടിൽ ഒരു അസംബന്ധം നടന്നു എന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റുമുണ്ടാക്കുന്ന ഈ അന്ധവിശ്വാസത്തിൻ്റെ ഹേലോ അത് ഒരു ദിവസം കൊണ്ട് മുഴുവൻ മലയാളികളും അറിഞ്ഞിരിക്കും. അപ്പോൾ ഞാൻ അതിശയപ്പെട്ടു പോയിട്ടുണ്ട്. ഈ ആലപ്പുഴ കൃപാസനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം, ഇതിനെക്കുറിച്ചുള്ള കഥകൾ കേൾക്കാത്ത മലയാളികളുണ്ട്. നമ്മൾ പണ്ടൊക്കെ എൻ്റെ ജനറേഷനിൽപ്പെട്ട ആളുകളൊക്കെ നമ്മൾ പരീക്ഷ എഴുതാൻ വേണ്ടി മുമ്പേ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക, ഇതൊക്കെ റുട്ടീനായിട്ട് ലോകത്തിലെല്ലാ മനുഷ്യരും ചെയ്തുകൊണ്ടിരുന്നതാണ്. ഈ പത്രം അരച്ച് ദോശയ്ക്കകത്ത് കൊടുത്തിട്ട് എൻ്റെ മകൾ പരീക്ഷ പാസ്സായി എന്ന് കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപക വന്ന് പരസ്യമായിട്ട് പറയുന്ന ഒരു നാടായിട്ട് നമ്മുടെ നാട് മാറിയിട്ടുണ്ട്. ഇതും നിങ്ങൾ മലയാള മനോരമയോ മാതൃഭൂമിയോ ഏഷ്യാനെട്ടോ പറയുന്നതല്ലിത്. ഇത് ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നമ്മൾ കാണുന്ന അസംബന്ധ പ്രഖ്യാപനങ്ങളുടെ ബാക്കിയാണ്. ഇതാണ് നിന്നിപ്പിൽ പിന്നെ പെരുകുന്നത്. ഇത് ടെക്നോളജി വന്നതോടുകൂടി ഇതൊരു യൂണിവേഴ്സൽ പ്രതിഭാസമായിട്ട് മാറി. ഇത് ഒരു സ്ഥലത്ത് മാത്രമായിട്ട് നിൽക്കുന്നില്ല. ഒരു സ്ഥലത്തൊരു അസംബന്ധം നടന്നു കഴിഞ്ഞാൽ അത് പിന്നെ യൂണിവേഴ്സലാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. മാടനും മറുതയും, ഇപ്പോൾ തൃശ്ശൂരാണെങ്കിലും ചാത്തനും, ഇങ്ങനത്തെ ലോക്കൽ കലാപരിപാടികൾ എല്ലായിടത്തും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതൊക്കെ ഗ്ലോബലായിട്ട് മാറിയിരിക്കുന്നു. മലയാളി ലാപ്പിറ്റാപ്പ് അവർ വളരെ പെട്ടെന്ന് ഇത് സ്വന്തമാക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ അകത്താണ് മുമ്പോട്ട് പോകുന്നത്. നമ്മളിനി നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകേണ്ടത് ഇതിനാണ് എന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ വേറൊരു വലിയ അബദ്ധം, ഇപ്പം ഏഷ്യാനെറ്റ്, മലയാള മനോരമയിലോ മാതൃഭൂമിയിലോ ഒരു അസംബന്ധത്തെക്കുറിച്ചൊരു വാർത്ത വന്നിട്ടുണ്ടെങ്കിൽ അന്ന് വൈകുന്നേരം തന്നെ എഡിറ്റർക്ക് ഒരു 100 വിളി വന്നിട്ടുണ്ടാവും, ഇത് ശുദ്ധ തോന്നിയാസമാണ്, നിങ്ങളിത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ സോഷ്യൽ മീഡിയ വന്നു കഴിയുമ്പം ആരും തെറിവിളിക്കില്ല എന്ന് മാത്രമല്ല, ശരിയാണ്, എനിക്കും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി എന്ന് പറഞ്ഞ് 100 കണക്കിന് പേര് പിന്നെ സാക്ഷ്യം പറയാൻ വേണ്ടി വരും. അപ്പോൾ ഒരു തരത്തിലുള്ള അക്കൗണ്ടബിലിറ്റി ഇല്ല. അപ്പോൾ ഒരാൾ എൻ്റെ മകൻ പരീക്ഷയിൽ പാസ്സായി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അടുത്തയാൾ എൻ്റെ ക്യാൻസർ മാറി എന്ന് പറഞ്ഞു വരും. ഇപ്പോൾ കേരളത്തിലൊരു പാതിരി പരസ്യമായിട്ട് പ്രസംഗിക്കുകയാണ്. 35 വയസ്സോ മറ്റുള്ള ഒരു ബാങ്ക് ഉദ്യോഗസ്ഥയായ സ്ത്രീ അവരുടെ ക്യാൻസർ സർജറി ചെയ്ത് മാറ്റി. അപ്പോൾ അത് കഴിഞ്ഞ് അതിനുശേഷം അവർ ഈ പുരോഹിതൻ്റെ അടുത്ത് വന്നപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ ഇനി കീമോ ചെയ്യേണ്ടതില്ല, അത് പരിശുദ്ധാത്മാവ് വന്നിട്ട് നിങ്ങളുടെ ക്യാൻസർ കൊത്തിക്കൊണ്ടുപോയി. എനിക്ക് മനസ്സിലാവാതെ പരിശുദ്ധാത്മാവ് വന്ന് കൊത്തിക്കൊണ്ടുപോയെന്ന് എനിക്ക് മനസ്സിലായി. ദാറ്റ് ഈസ് ഓക്കെ. പക്ഷേ കീമോ ചെയ്യരുത് എന്തിനാണ് പറയുന്നത്? അവിടെയാണ് ഇതിൻ്റെ അപകടം. കീമോ ചെയ്യരുത് എന്ന് പറയുകയും ഇത് ഒരു ചെറിയ യൂട്യൂബിൽ കൂടി ലോകം മുഴുവൻ അറിയുകയും ചെയ്യുന്നു. എത്ര പെട്ടെന്നാണ് ഈ അസംബന്ധം പരക്കുന്നത്. ഇത്തരമൊരു സാധനം, ഇത്തരമൊരു അസംബന്ധം നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയ ഒരിക്കലും പ്രിൻ്റ് ചെയ്യില്ല. അവർ അത്ഭുതങ്ങൾ നടന്നു എന്നൊക്കെ പറയും. ഇപ്പം അൽഫോൻസ് അമ്മയുടെ അടുത്ത് അല്ലെങ്കിൽ ചവറ കുര്യാക്കോസ് ഏലിയാസച്ചിൻ്റെ അടുത്ത് പോയി ക്യാൻസർ മാറി എന്നൊക്കെ ഒരു ഗോപ്യത്തിൽ പറയത്തേ ഉള്ളൂ. പക്ഷേ ഇതിങ്ങനെ പരസ്യമായി ഈ അസംബന്ധം വിളിച്ചു പറയുകയും ഇതാരും ചോദിക്കാതെ ഒരു എക്കോ ചേമ്പറിലേക്ക് കടക്കുകയും ഈ എക്കോ ചേമ്പറിലേക്ക് ആളുകൾ കൂടുതലായി വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ കേരളത്തിലുണ്ട്. നമ്മൾ സെൻസിബിളാണെന്ന് വിശ്വസിക്കുന്ന മനുഷ്യർ ചെയ്യേണ്ടത് ഇതിനോട് എന്ത് ചെയ്യാൻ പറ്റും എന്നാലോചിക്കുകയാണ്. ഇപ്പം മലയാള മനോരമയ്ക്കും, ഞാനത് മീഡിയ നിങ്ങൾ പറയുമ്പോൾ മെയിൻ സ്ട്രീം മീഡിയക്കൊക്കെ ഉത്തരവാദിത്തപ്പെട്ട എഡിറ്റേഴ്സ് ഉണ്ട്. നമുക്കൊരാളെ കാണാം, ഒരാളുണ്ട്. മാതൃഭൂമിക്ക് ഒരു എഡിറ്ററുണ്ട്, ഏഷ്യാനെറ്റിന് ഒരു എഡിറ്ററുണ്ട്. നമ്മൾ പറയുന്നത് കേൾക്കണമെന്നില്ല, പക്ഷേ ചീത്ത വിളിച്ചു പറഞ്ഞാൽ അവർക്കത് മനസ്സിലാകും. ഒരാളുണ്ട്, നമുക്ക് വിളിച്ചു പറയാൻ ഒരാളുണ്ട്. പക്ഷേ കേശവമാമന്മാർ പറയുന്നതിന് എന്താണ് ഒരു മറുപടി ഉള്ളത്? ഇപ്പം കുറച്ച് പഴയ ശബരിമലയായി ബന്ധപ്പെട്ട കേശവമാമൻ എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രത്തെക്കുറിച്ച് നിങ്ങളിത് കേൾക്കും. ഞാനത് അയാൾ പറഞ്ഞത് തമാശയായിട്ട് എഴുതിയിരിക്കുന്നതാണ്. പക്ഷേ ഇമ്മാതിരി സാധനങ്ങൾ നമ്മളുടെ ഇടയ്ക്ക് പരക്കുന്നില്ലേ എന്ന് നമ്മൾ ആലോചിക്കണം. പെൻസിൽവാലിയിലും നമോ തരംഗം. പെൻസിൽവാലിയ വെള്ളപ്പൊക്കത്തിൽ നരേന്ദ്രമോദിയുടെ രൂപം തെളിഞ്ഞു വരുന്നു. വീഡിയോ കാണാം.
ഇമാതിരിയുള്ള സാധനങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങളുടെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വന്നിട്ടുണ്ട്, എനിക്ക് ഉറപ്പാണ്. പെപ്സിയിൽ എയ്ഡ്സ്, ഇത് പിന്നെ രാഷ്ട്രീയം മാത്രമല്ല കേട്ടോ, സയൻസും ഇതിൻ്റെ അകത്ത് കയറിയോ. സയൻസിൻ്റെ അസംബന്ധങ്ങൾ വരും. പെപ്സിയിൽ എയ്ഡ്സ് രോഗിയുടെ രക്തം കലർന്നു, ഇനി പെപ്സി കുടിക്കരുത്, മാക്സിമം ഷെയർ കിട്ടിയിട്ടുണ്ട്, നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇതുപോലത്തെ പല രൂപത്തിലുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. 5 തലയുള്ള രാജവെമ്പാലയുടെ അപൂർവ ചിത്രം കാണുക, കിട്ടിയിട്ടില്ലേ? കിട്ടിയിട്ടുണ്ട്. നാളെ രാത്രി കോസ്മിക് രശ്മികൾ ഭൂമിയിലെത്തുന്നു, സംശയമുള്ളവർ BBC വെച്ച് നോക്കുക, ഇത് നാസയിൽ നിന്നുള്ള അറിയിപ്പ്. നാസ മുട്ടുമടക്കി മടുത്തു ഇല്ലേ? അസംബന്ധങ്ങൾ കേട്ടിട്ട് നാസ മുട്ടുമടക്കുന്നു എന്ന് പറഞ്ഞ് മുട്ടിന് എൻ്റെയൊക്കെ വല്യപ്പൻ്റെ മുട്ടിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ആൾക്കാരായിരുന്നു അവർ. അപ്പോൾ മുട്ടിലൊക്കെ തഴമ്പുണ്ടായിരുന്നു. നാസയ്ക്കൊക്കെ അതിനേക്കാളും വലിയ തഴമ്പായി. അവർ മുട്ടുകുത്തി ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ചക്ക, മരുന്ന് ലോബിക്ക് വേണ്ടി ഈ വാർത്ത നമ്മുടെ മാധ്യമങ്ങൾ മറച്ചു പിടിക്കുന്നത് കണ്ടിട്ടില്ലേ? ഉറപ്പായിട്ട് ഞാനത് കണ്ടിട്ടുണ്ട്. വാട്സപ്പ് ഇതാരും ചോദിക്കില്ല, ഇതാരും ചോദ്യം ചെയ്യില്ല എന്ന് മാത്രമല്ല, ചക്കയാണ് നമ്മൾ നോക്കൂ, ക്യാൻസറിൻ്റെതിലുള്ള ചികിത്സയ്ക്കെതിരെയുള്ള അസംബന്ധങ്ങൾ എത്ര പെട്ടെന്നാണ് പടരുന്നതെന്ന്. ജിഷ്ണു, നിങ്ങൾക്കറിയാം ജിഷ്ണു എന്ന് പറയുന്നത് എന്തൊരു സുന്ദരനായ ഒരു നടനായിരുന്നു അയാൾ. നമുക്ക് അയാൾ നഷ്ടപ്പെട്ടത് ഈ അസംബന്ധം കൊണ്ടാണ്. ജിഷ്ണു മാത്രമല്ല, രാഘവൻ്റെ മോൻ എന്ത് സുന്ദരനായ ചെറുപ്പക്കാരനായിരുന്നു. ചികിത്സ ചെയ്യാതെ എന്തോ ഈ വാട്സപ്പ് പോലെയുള്ള സാധനങ്ങളിൽ നിന്ന് കിട്ടിയ അസംബന്ധം വിശ്വസിച്ച് ആ ജന്മം തന്നെ ഇല്ലാണ്ടായിപ്പോയി. ഒരാളല്ല, ഇപ്പം TP സെൻകുമാർ എന്ന് പറയുന്ന പോലീസ് ഓഫീസർ, എനിക്ക് അദ്ദേഹത്തെ പണ്ട് പരിചയമുണ്ട്. കേരളം കണ്ടിട്ടുള്ള ഏറ്റവും നല്ല പോലീസ് ഓഫീസർമാരിൽ ഒരാളാണ് അയാൾ. പക്ഷെ ഇപ്പം പറയുന്ന അസംബന്ധങ്ങൾ നോക്കൂ. അദ്ദേഹം പണ്ടൊരിക്കൽ ഒരു മണ്ടത്തരം പറഞ്ഞിട്ട് ഞാൻ ഇപ്പം പറയാം എന്ന് പറഞ്ഞിട്ട് പോയിട്ട് 3-4 കൊല്ലമായി, ഇതുവരെ കണ്ടിട്ടില്ല. ഈ ഏതോ വാട്സപ്പ് ഗ്രൂപ്പിൽ എന്തോ കിട്ടിയ അസംബന്ധം പത്രസമ്മേളനത്തിൽ പറഞ്ഞു. അപ്പോൾ ആരും ചോദിച്ചു ഇത് എവിടെയെന്ന് ചോദിച്ചു. ഞാൻ ഇപ്പം പറയാം എന്ന് പറയുന്ന പുള്ളി കുറേ നേരം തോണ്ടി, 4-5 കൊല്ലമായിട്ട് തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അത് ചോദ്യത്തിന് ഉത്തരവ് തന്നിട്ടില്ല. ഇതാണ് ഈ അസംബന്ധം. ഇത് നമ്മുടെ ചിന്തയെ ഭീകരമായി ഇല്ലാതാക്കുന്നു. അതാണ് എൻ്റെ പ്രശ്നം. ഏത് തരത്തിലുള്ള അസംബന്ധവും വസ്തുതകളുടെ അടിസ്ഥാനത്തിലല്ലാതെ പ്രചരിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫലം എന്നുള്ളത് അങ്ങേയറ്റം വിനാശകരമാണ്. എന്തുകൊണ്ടാണ് സാധാരണഗതിയിൽ മനുഷ്യർ അംഗീകരിക്കാത്ത, സമ്മതിക്കാത്ത അസംബന്ധങ്ങൾ നിരന്തരം നമ്മുടെ സമൂഹത്തിൽ വരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം. നമ്മൾ എത്രയോ ചെറിയ മനുഷ്യരാകുന്നു. ഒരു 50 വർഷം മുമ്പ്, 60 വർഷം മുമ്പ് എൻ്റെ സഹോദരൻ്റെ കാര്യത്തിൽ എനിക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന് ചിന്തിച്ചു കൊണ്ടിരുന്ന മലയാളി അതിൽ നിന്നും മാറി വളരെ ടിപ്പിക്കലായിട്ട് എത്ര പെട്ടെന്നാണ് ഞാനും എൻ്റെ ഭാര്യയും പിന്നെ തട്ടാനും എന്നുള്ളൊരു ചിന്തയിലേക്ക് മാറിയത്. ഞാൻ പറയുന്ന മുഴുവൻ സമൂഹം മാറിയെന്നുള്ളതല്ല, പക്ഷേ അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്ന വലതുപക്ഷ രാഷ്ട്രീയത്തിന് വളരെയധികം വേരോട്ടമുള്ള ഒരു നാടായിട്ട് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുന്നു. ആ മാറ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചാലകശക്തി എന്നുള്ളത് ഈ സോഷ്യൽ മീഡിയയാണ്. ഇതിൻ്റെ മാരകമായ ഫലം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു സമൂഹമായിട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഒരു സമൂഹം എന്ന നിലയ്ക്ക് ലോകത്തിൽ ഏറ്റവും അധികം മാറ്റം ഏറ്റവും ചെറിയ സമയം കൊണ്ടുണ്ടാക്കിയ ഒരു സമൂഹമാണ് കേരളം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഫ്രഞ്ച് വിപ്ലവം കഴിഞ്ഞിട്ട് 3 നൂറ്റാണ്ടോളം കഴിഞ്ഞു. നമ്മൾ അപ്പോഴത്തേക്കാണ് ഇപ്പോഴും ഫ്രഞ്ച് സൊസൈറ്റി ഒരു ലിബറൽ സൊസൈറ്റി ആയിട്ട് നിലനിൽക്കുന്നത്. നമ്മളൊരു ഫ്രഞ്ച് വിപ്ലവം നടത്തിയിട്ടില്ല എങ്കിലും അവിടുത്തെ പോലെ അവസാനത്തെ മനുഷ്യനും അന്തസ്സോടുകൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു സമൂഹം ഉണ്ടാക്കിയെടുത്തവരാണ് നമ്മൾ ചെറിയ ആളുകളല്ല. ഒരു നൂറ്റാണ്ട് മുമ്പ് വഴി നടക്കാൻ വേണ്ടി സമരം നടത്തി ഇന്ന് ഏറ്റവും അവസാനത്തെ മനുഷ്യൻ്റെ വീട്ടിലേക്ക് സർക്കാർ കയറി ചെന്ന് നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ. ഞാനതൊരു മുന്നണിയെക്കുറിച്ചല്ല പറയുന്നത്, ഒരു തോട്ട് പ്രോസസ്സ്. അത് മലയാളിക്ക് മാത്രം ചിന്തിക്കാൻ പറ്റുന്ന തരത്തിൽ സ്വന്തം സഹോദരനെക്കുറിച്ച് ചിന്തിക്കാനും പറ്റുന്ന ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കിയെടുത്തിരുന്നു. പിന്നെ എങ്ങനെയാണ് ഇത് തിരിഞ്ഞു പോകുന്നത്? എങ്ങനെയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ പറയുന്നത് എനിക്ക് അടുത്ത ജന്മത്തിൽ നമ്പൂതിരിയാകണമെന്ന് എങ്ങനെയാണ് പറയുന്നത്? 1 നൂറ്റാണ്ട് മുമ്പ് നമ്പൂതിരി യോഗക്ഷേമ സഭ ഉണ്ടാകുമ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് മനുഷ്യരാകണം എന്നുള്ളതാണ്. മനുഷ്യരെക്കാൾ മോശത്തിലുണ്ടായിരുന്ന ആളുകളാണ് തങ്ങൾ എന്നുള്ള ധാരണയിൽ നിന്ന് അവർ പറഞ്ഞതാണ് ഞങ്ങൾക്ക് മനുഷ്യരാകണമെന്ന്. 1 നൂറ്റാണ്ട് യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ പറയുന്നത് എനിക്ക് നമ്പൂതിരിയാകണം എന്നുള്ളത്. മനുഷ്യനായാൽ പോരാ.
എന്ത് വിചിത്രമായിട്ടുള്ളൊരു കാര്യമാണ്. സെൻസിബിലിറ്റിയുള്ള ഒരു സമൂഹത്തിന് ഒരു ഈഴവന് നായരാകണമെന്നോ നായർക്ക് നമ്പൂതിരി ആകണമെന്നോ കേരളത്തിലെ ക്രിസ്ത്യാനിക്ക് ഇവിടെ ഇപ്പോൾ എറണാകുളത്തുള്ള അടി നടക്കുന്നത് ഞങ്ങൾ നമ്പൂതിരി ക്രിസ്ത്യാനികളാണോ അല്ലയോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ എറണാകുളത്തെ അടി നടക്കുന്നത്. അതിൻ്റെ റൂട്ടിലേക്ക് എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട്. നിങ്ങൾ കേൾക്കുന്നില്ലേ, പള്ളിയിൽ ഈ മൈക്ക് വെച്ചും വിശുദ്ധ വസ്തുക്കളൊക്കെ വെച്ച് അടിച്ച് പൊളിക്കുന്ന അവസ്ഥ. അടിസ്ഥാനപരമായിട്ട് ജാതിയാണത്. ഇവിടുത്തെ ആളുകളെക്കാൾ വലിയ ആളുകളാണ് മറ്റവർ എന്നുള്ള ജാതിയുടെ പിറകിൽ നിന്നുള്ള വർത്തമാനമാണ്. എങ്ങനെയാണ് ഇങ്ങനെ ചിന്തിക്കാൻ വേണ്ടി പറ്റുന്നത്? അവിടെയാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം കാണേണ്ടത്. എല്ലാത്തരം നെഗറ്റീവായിട്ടുള്ള ചിന്തകളും എങ്ങനെയാണ് അവനവനിലേക്ക് ചുരുങ്ങാൻ പറ്റുക എന്നുള്ള നിരന്തരമായ അന്വേഷണത്തിലാണ് സോഷ്യൽ മീഡിയ. അത് ഒരു തരത്തിലുള്ള കൺട്രോളുമില്ലാതെ ഒരു തരത്തിലുള്ള എഡിറ്റിങ്ങിലുമില്ല. അപ്പം ഞാൻ ഒരു പത്രത്തിൻ്റെ എഡിറ്ററായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. എൻ്റെ പത്രത്തിൽ എന്താണ് പോകേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. അതിലേക്കെടുത്ത് ഓരോ ഫുൾ സ്റ്റോപ്പിനും കുത്തിനും കോമയ്ക്കും എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. സോഷ്യൽ മീഡിയയിൽ വരുന്ന ഇമ്മാതിരി 5 തലയുള്ള രാജവെമ്പാലയുടെ തലയിൽ ആർക്കാണ് ഉത്തരവാദിത്തം? ഒരാൾക്ക് ഉത്തരവാദിത്തമില്ല. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്ഥലത്തൊരു അത്ഭുത പ്രവൃത്തി സംഭവിച്ചാൽ ആരെങ്കിലും അതിന് ഓണർഷിപ്പ് ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ കാണുന്ന അസംബന്ധങ്ങൾക്ക് അങ്ങനൊരു ഓണർഷിപ്പിൻ്റെ പ്രശ്നമേ വരുന്നില്ല. നമ്മളുടെ ചിന്തയിൽ നമ്മൾ സ്വപ്നത്തിൽ പോലും കാണാത്ത കാര്യങ്ങൾ വളരെ ആധികാരികമായി ആരും ചോദ്യം ചെയ്യാതെ വരും. അവിടെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായി ഞാൻ കാണുന്നത്. സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയ പ്രശ്നമെന്നുള്ളത് ഒരാളും ചോദ്യം ചെയ്യില്ല. ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വരുന്ന അസംബന്ധങ്ങളോട് ഇപ്പം നോക്കൂ, കേരളത്തിലെ ഏറ്റവും അപകടകാരികളായ മനുഷ്യരെന്നുള്ളത് റിട്ടയർ ചെയ്ത മനുഷ്യരാണ് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഞെട്ടരുത്. നേരത്തെയൊക്കെ മനുഷ്യർ റിട്ടയർ ചെയ്ത് കഴിയുമ്പം അവർക്ക് പിന്നെ കൊച്ചുമക്കളെയൊക്കെ നോക്കി മനുഷ്യർ സമാധാനമായിട്ട് ജീവിക്കുന്ന ആളുകളായിരുന്നു. ഇപ്പം അതിരാവിലെ എനിക്ക് തോന്നുന്ന ഇപ്പോൾ 60 വയസ്സ് കഴിഞ്ഞ് ഞാനിപ്പോൾ ആ ലെവലിലേക്ക് എത്തും. 60 വയസ്സൊക്കെ കഴിയുന്ന മനുഷ്യർ, 60-നും 70, 75 വയസ്സൊക്കെ ഉള്ള മനുഷ്യർ, അവരാണ് നമ്മുടെ സൊസൈറ്റിയിലെ ഒരു ചേഞ്ചിങ് ഫേസിലുണ്ടായിരുന്ന മനുഷ്യർ. 60കളിലുണ്ടായിരുന്ന മനുഷ്യർ, 50കളിലും 60കളിലുണ്ടായിരുന്ന മനുഷ്യർ, അവരാണ് കേരളത്തിൽ ജനാധിപത്യം വന്നതിന് ശേഷമുള്ള ആദ്യത്തെ തലമുറ. അവർക്കൊപ്പമാണ് നമ്മുടെ സർക്കാരുകൾ, പല സർക്കാരുകളുണ്ടായിരുന്നു. ഇടതുപക്ഷ 57-ലെ EMS സർക്കാർ തുടങ്ങി വെച്ചു. പിന്നെ ആ സർക്കാർ മുമ്പോട്ട് കൊണ്ടുപോയ പലതരത്തിലുള്ള വലിയ ആരോഗ്യത്തിലും വിദ്യാഭ്യാസത്തിലും നടത്തിയ വലിയ മുതൽ മുടക്ക്, ഒരു സമൂഹം എന്ന നിലയ്ക്ക് നമ്മൾ നടത്തിയ വലിയ മുതൽ മുടക്കിൻ്റെ ഗുണഭോക്താക്കൾ. അവർക്ക് വിദ്യാഭ്യാസം കിട്ടി, അവർക്ക് ചെറുതാണെങ്കിലും ഒരു ജോലി കിട്ടി, അവർ പട്ടിണിയിൽ നിന്നും പുറത്തു വന്നു. 60കളിൽ കേരളത്തിലെ 70% മനുഷ്യർ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയായിരുന്നു. 60കളിൽ അവിടെ നിന്ന് അവർ പുറത്തു വന്നു. അവരുടെ ചെറിയ ശമ്പളം ഉപയോഗിച്ച് അവർ ചെറിയൊരു വീടുണ്ടാക്കി, മക്കളെ നന്നായിട്ട് പഠിപ്പിച്ചു. ഒരു സാധാരണ ക്ലർക്കിന് കിട്ടാൻ പറ്റുന്ന പ്രൊമോഷനുകളൊക്കെ, അല്ലെങ്കിൽ ഒരു കോളേജ് അധ്യാപകന് കിട്ടുന്ന പ്രൊമോഷനൊക്കെ കിട്ടി അവർ റിട്ടയർ ചെയ്തു. അവരുടെ മക്കളെ പഠിപ്പിക്കാനുള്ള സംവിധാനം കേരളത്തിലുണ്ടായിരുന്നു. മക്കൾ പുതിയ ഓപ്പർച്യൂണിറ്റികൾ സംഘടിപ്പിച്ചു. അവർ പലരും വിദേശത്ത് പോയി, വിദേശത്തോ സ്വദേശത്തോ നല്ല ജോലികളിലായി. അവർ വിവാഹം കഴിച്ചു. അവരുടെ മക്കളെക്കുറിച്ച് ആകുലതകളില്ല. 40കളിലും 50കളിലും ഉണ്ടായിരുന്ന മാതാപിതാക്കൾക്കുണ്ടായിരുന്ന ആകുലതകൾ 60കളിലെ മാതാപിതാക്കൾക്കില്ല. അവർ ഗ്രാൻഡ് പേരൻസ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ പ്രശ്നങ്ങളേ മാറി. കേരളം എന്ന് പറയുന്ന സമൂഹത്തിൻ്റെ 60 വയസ്സുള്ള മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ ഒരു 40 വർഷം മുമ്പ് 60 വയസ്സുള്ള മനുഷ്യൻ്റെ പ്രശ്നങ്ങളല്ല, അതിവിചിത്രമായിട്ട് മാറിയിരിക്കുന്നു. സാമ്പത്തികമായി അവർ സെക്യൂറാണ്. അവരുടെ പ്രശ്നങ്ങളെ മാറിയിരിക്കുന്നു. അവരാണ് ഈ അസംബന്ധ സാഹിത്യത്തിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ. അവർ അതിരാവിലെ എണീറ്റ്, ഞാനിത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മുടെയൊക്കെ വീടുകളിലുണ്ടല്ലോ, രാവിലെ ഫോർവേഡുകൾ വരുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് എവിടെ നിന്ന് വരുന്നു എന്നുള്ളത്. ഈ അസംബന്ധ പ്രസ്താവനകൾ അധികം മതത്തിലാണ്. എത്ര പെട്ടെന്നാണ് കേരളത്തിൽ മുസ്ലിം ജനസംഖ്യ ഭൂരിപക്ഷമാകും എന്നുള്ളതിനെക്കുറിച്ചുള്ള 100 കണക്കിന് ഫോർവേഡുകൾ ഈ കൂട്ടത്തിൽ മുസ്ലിങ്ങളല്ലാത്ത ബാക്കി എല്ലാവരുടെയും ഫാമിലി വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. എനിക്ക് ഉറപ്പുണ്ട്. ഇല്ലേ? ഇന്ത്യ ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാകും എന്ന് പറഞ്ഞിട്ടില്ല. എന്താണ് വസ്തുത? എല്ലാ മതത്തിൽപ്പെട്ട ആളുകളുടെയും ജനസംഖ്യയുടെ അവരുടെ റേറ്റ് ഓഫ് ഇൻക്രീസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൽ ഏറ്റവും കൂടുതൽ കുറയുന്നതിൻ്റെ റേറ്റ് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുടെയാണ്. എന്ന് വെച്ചാൽ കണക്കിൻ്റെ ഏത് പ്രോഗ്രഷൻ നിങ്ങളെടുത്താലും കേരളത്തിലെയോ ഇന്ത്യയിലോ മുസ്ലിം ജനസംഖ്യ ഭൂരിപക്ഷമാകില്ല. പക്ഷേ ഇത് വിശ്വസിക്കാത്ത ആളുകൾ ഈ അസംബന്ധം
ഒരിക്കൽ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനെ ചോദ്യം ചെയ്ത് നിങ്ങൾക്ക് തോൽപ്പിക്കാൻ വേണ്ടി പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ കൺസേർട്ടഡ് എഫർട്ട് ഉണ്ടാവും. എൻ്റെ എക്സ്റ്റെൻഡഡ് ഫാമിലി ഗ്രൂപ്പിൽ ഞാൻ ഇട്ടിട്ട് പോകുന്നു, പറ്റൂല എന്ന് മനസ്സിലായി. നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എൻ്റെ ചേട്ടൻ ഇപ്പോഴും നിന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ പറയും, എന്നെക്കൊണ്ട് വയ്യ. ഈ അത്രമാത്രം അസംബന്ധമാണ് വരുന്നത്. എന്തുമാത്രം ഹെയ്റ്റ്. നമ്മൾ വേറൊരു കാര്യം കൂടി ആലോചിക്കണം. സോഷ്യൽ മീഡിയ, നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയയിൽ നിങ്ങൾക്ക് ഹെയ്റ്റ് കൊണ്ട് നടക്കാൻ വേണ്ടി പറ്റില്ല. തൃശ്ശൂർ പൂരം നടക്കുന്നു, അതിൻ്റെ ആഘോഷങ്ങളാണ് പത്രങ്ങൾ മെയിൻ സ്ട്രീം മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ അത് അസംബന്ധത്തിന് ലെവലിലേക്ക് പോകുമായിരിക്കും, അല്ലെങ്കിൽ മണ്ടത്തരങ്ങൾ വിളിച്ച് പറയുമായിരിക്കും മെയിൻ സ്ട്രീം മീഡിയ. പക്ഷേ എന്താണ് സോഷ്യൽ മീഡിയ ചെയ്യുന്നത്? സോഷ്യൽ മീഡിയ ചെയ്യുന്നത് അതിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഒരു നെഗറ്റിവിറ്റി ഉള്ളു. ഒരു സർക്കാർ സംവിധാനത്തിൽ നിന്ന് ഒരു പേപ്പർ കിട്ടാൻ താമസിച്ചാൽ പൂരം കലക്കാൻ മാർക്സിസ്റ്റുകളുടെ ശ്രമം എന്ന് പറഞ്ഞൊരു സാഹിത്യം ഉണ്ടാവുകയും ആ സാഹിത്യം 10 മിനിറ്റ് കൊണ്ട് 10 ലക്ഷം പേരിൽ എത്തുകയും ചെയ്യും. അതാണ് അതിൻ്റെ പ്രശ്നം. ഇതാണ് ഇപ്പം തിരുനാവായിൽ പുതുതായിട്ട് ഇപ്പം നമ്മൾ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് ഒരു സംഭവം. ഞാൻ നോക്കിയിട്ട് അത് മലപ്പുറത്തിന് കിട്ടിയ ഏറ്റവും നല്ല ഗംഭീര സർട്ടിഫിക്കറ്റാണ്. RSSകാർ ഇന്ത്യ മുഴുവൻ നടത്തിയിട്ടുള്ള ഒരു ക്യാമ്പയിനുണ്ട്, മലപ്പുറത്ത് ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ വേണ്ടി. മലപ്പുറം എന്നുള്ള കേരളത്തിലെ എല്ലാത്തരം തിന്മകളും കൊണ്ട് മലപ്പുറത്ത് കൊണ്ടുപോയി കെട്ടിവെക്കുന്ന ഒരു നരേറ്റീവ് നാഷണൽ മെയിൻ സ്ട്രീം മീഡിയയിലുണ്ട്. അത് RSSകാർ മലപ്പുറം ചെയ്തിട്ടാണ്. അതിൽ ഇവരുടെ സഹായവുമുണ്ട്, സോഷ്യൽ മീഡിയ സഹായവുമുണ്ട്. പക്ഷെ ഇപ്പം വന്നിട്ട് എന്താണ്, കേരളത്തിലെ RSSകാരും ഇവിടുത്തെ ഹിന്ദുത്വവാദികളും നടത്തുന്ന ഒരു വലിയ പുതിയതായിട്ട് അവർ കൊണ്ടുവന്ന ഒരു പുതിയ ഉത്സവം എവിടെയാണ് നടക്കുന്നത്? അത് ഈ മലപ്പുറത്താണ്. ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് ഇവർ തന്നെ നാട് നീളെ പറഞ്ഞു നടന്ന മലപ്പുറത്താണ് ഇപ്പോൾ ഹിന്ദുക്കൾ ഏറ്റവും വലിയ ഉത്സവം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അടുത്ത വർഷം, ഇപ്പോൾ ഈ വർഷം 18 ദിവസം പറ്റുമായിരുന്നു, അടുത്ത വർഷം 45 ദിവസം ഉണ്ടെന്നുള്ളതാണ്. എനിക്കൊന്ന് മലപ്പുറത്തെ മനുഷ്യർ ഇപ്പം തന്നെ അതിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടുണ്ടാവും. കഴിഞ്ഞ വർഷം ഇപ്പം തന്നെ അവർ നാരങ്ങാ വെള്ളം ആണ് കൊടുത്തുകൊണ്ടിരുന്നത്. അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് ഒരു സോഡ നാരങ്ങ വെള്ളം കൊടുക്കാനുള്ള ഒരു സംവിധാനം മലപ്പുറത്തെ മനുഷ്യർ അവർക്കതറിയാം. അദ്ദേഹം ചോദിച്ചുകൊണ്ടിരുന്നത് എന്താണ് ഈ മെയിൻ സ്ട്രീം മീഡിയയും സോഷ്യൽ മീഡിയയും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതാണ്. അത് വളരെ ലളിതമാണ്. നമ്മൾ കാണുന്ന ഒരു എഡിറ്ററുള്ള ഒരു സ്ഥാപനം, മലയാളം മനോരമ, മാതൃഭൂമി, ഏഷ്യാനെറ്റ് എന്നിങ്ങനെ, അതല്ലെങ്കിൽ പത്രം, ഒരു ഓണർഷിപ്പുള്ള ഒരു സാധനമാണ് മെയിൻ സ്ട്രീം മീഡിയ. അതിനൊരു നിയതമായ ചട്ടക്കൂടുണ്ട്, അതിനൊരു എഡിറ്റർ ഉണ്ടാവും, ഒരു വാർത്തയെക്കുറിച്ച് നമുക്ക് സംശയമുണ്ടെങ്കിൽ ചോദിക്കാൻ ഒരാളുണ്ടാവും. ഇതേ സാധനം യൂട്യൂബിൽ വന്നാൽ അത് അപ്പോഴും മെയിൻ സ്ട്രീം മീഡിയ ആണ്. പക്ഷേ യൂട്യൂബിൽ നമ്മൾ കാണുന്ന നാഥനില്ലാത്ത, ചോദിക്കാൻ ആളില്ലാത്ത, എഡിറ്റർ ആരാണെന്ന് അറിയത്തില്ലാത്ത സംഭവങ്ങളുണ്ട്. വാട്സപ്പ് എന്ന് പറയുന്നത് മുഴുവനായിട്ടും സോഷ്യൽ മീഡിയ ആണ്. അതിന് ഓണർഷിപ്പില്ല, അതാണ് അതിൻ്റെ പ്രശ്നം. വാർത്തകൾക്ക് ഉത്തരവാദിത്വമുള്ളവരാരുമില്ല. നമ്മുടെ ഈ കിട്ടുന്ന വാട്സപ്പിൽ കിട്ടുന്ന വാർത്തകൾക്ക് ഉത്തരവാദിയില്ല. മലയാളം മനോരമയിൽ വരുന്ന ഓരോ വാർത്തയ്ക്കും അതിൻ്റെ പത്രാധിപർ ഉത്തരവാദിയാണ്. നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, പക്ഷേ അത് ഒരാളുണ്ട്, ഉത്തരവാദിത്തമുള്ള ഒരാളുണ്ട്. പക്ഷേ ഉത്തരവാദിത്തമില്ലാത്ത വാർത്തകൾ വരുമ്പോഴാണ് അത് സോഷ്യൽ മീഡിയ, അങ്ങനെ ഉത്തരവാദിത്തമില്ലാത്ത ആളുകളുടെ ഒരു മീഡിയ ആയിട്ടല്ല അത് ഒറിജിനലി കൺസീവ് ചെയ്തിരുന്നത്. പക്ഷേ അതിപ്പോൾ അങ്ങനെ ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ തിരുനാവായിൽ അവരുടെ മഹാമഖ ഉത്സവം നടക്കുന്നു. എന്തായിരുന്നു ആദ്യത്തെ ഒരു തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന പ്രശ്നം? ഇത് തടയാൻ വേണ്ടി സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ അന്വേഷിച്ച് നോക്കി ഇതെന്താ സംഭവം ഇത്രയേ ഉള്ളൂ. അവിടെ മനുഷ്യർ, ആയിരക്കണക്കിന് മനുഷ്യർ നടന്നു പോകുന്ന അവിടെ പമ്പയുടെ തീരത്ത് ഒരു ചെറിയ പാലം കെട്ടണം. അപ്പോൾ പാലം കെട്ടണമെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ, കാരണം ഇത് മനുഷ്യരുടെ ജീവനുമായി ബന്ധപ്പെട്ട, മനുഷ്യരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അത് ബന്ധപ്പെട്ട അനുമതി അവർ വാങ്ങിയില്ല. ഇതേ സാധനം ചെറുകോൽ പുഴയിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ മാരാമൺ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാരാമൺ കൺവെൻഷൻ നടക്കുന്നതോടെ വിശ്വാസികൾ വരുന്നു. അവർക്കത് നടത്താനുള്ള അവകാശം, നമ്മുടെ ഭരണഘടനാപരമായി അവർക്കതിനുള്ള അവകാശമുണ്ട്. മാരാമണിൽ നടത്താനുള്ള അവകാശമുണ്ട്, പിന്നെ തിരുനാവായിൽ നടത്താനുള്ള അവകാശമുണ്ട്. പക്ഷേ മനുഷ്യരുടെ ജീവനുമായി ബന്ധപ്പെട്ട, സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകുമ്പോൾ അത് സംബന്ധിച്ചുള്ള സർക്കാർ ചട്ടങ്ങളുണ്ട്. ഈ ചട്ടങ്ങൾ തങ്ങൾക്ക് ബാധകമല്ല എന്നുള്ള മട്ടിൽ തിരുവല്ലാമലയിൽ അവർ തിരുനാവായിൽ ആദ്യത്തെ പ്രാവശ്യം പോയി. അടുത്ത പ്രാവശ്യം എനിക്ക് തോന്നുന്നു അവർ വളരെ കൃത്യമായിട്ടത് ചെയ്യും. പക്ഷേ എന്തായിരുന്നു സോഷ്യൽ മീഡിയയിലുണ്ടായിരുന്ന ആഘോഷം? ഇവിടുത്തെ ഒരു മാർക്സിസ്റ്റ് സർക്കാർ ഒരു ഹിന്ദു ഉത്സവത്തെ തടയാൻ വേണ്ടി ശ്രമിക്കുന്നു. എത്ര പെട്ടെന്നാണ് അത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുകയും നാഷണൽ മീഡിയയിൽ എത്തുകയും ചെയ്യുന്നു. കേരളത്തിലെ ഒരു മാധ്യമവും അത് അങ്ങനെ റിപ്പോർട്ട് ചെയ്തില്ല. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന അസംബന്ധങ്ങൾ വിശ്വസിച്ച് നാഷണൽ മീഡിയയിൽ അത് വരികയും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഒരു ഹിന്ദു ഫെസ്റ്റിവൽ
തടയാൻ ശ്രമിക്കുകയും ചെയ്യുന്നു പറയും. അതിനെക്കുറിച്ച് ചർച്ചകൾ പോലും നടന്നു. ഇതാണ് അതിൻ്റെ അപകടം. ആർക്കും യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത സാധനങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് ചിലപ്പോഴെങ്കിലും മെയിൻ സ്ട്രീം മീഡിയയിലേക്ക് വെരിഫൈ ചെയ്യാതെ പോസ്റ്റ് ട്രൂത്ത് കാലത്ത് എത്തപ്പെടുകയും നമ്മുടെ സമൂഹത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും ആകെ കൂടി തകരാറിലാക്കുകയും ചെയ്യും. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവം, ഏത് സാധനവും ഏറ്റവും എങ്ങനെയൊക്കെ എല്ലാ സമൂഹത്തിനും ഫോൾട്ട് ലൈനുകളുണ്ട്. ഇപ്പം നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഈ മനുഷ്യർ അടിസ്ഥാനപരമായി യുക്തിവാദികളായ മനുഷ്യർ, നമുക്കിടയിൽ പോലും ചില ഫോൾട്ട് ലൈനുകളുണ്ട്. ആണെന്നോ പെണ്ണെന്നോ കണ്ണൂരുകാരനെന്നോ എറണാകുളംകാരനെന്നോ നമുക്കിടയിൽ പോലും വ്യത്യാസങ്ങളുണ്ട്. ഈ വ്യത്യാസങ്ങൾക്കപ്പുറത്തേക്കും മനുഷ്യർ എന്ന നിലയിലുള്ള, ചിന്തിക്കാൻ പറ്റുന്ന മനുഷ്യർ എന്ന നിലയിലുള്ള ഒരു ഏകത്വം, അതാണ് നമ്മളെ ഇവിടെ ഒരുമിച്ച് കൊണ്ടുവന്നിരുത്തുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഫോൾട്ട് ലൈൻ കണ്ടുപിടിക്കാനുള്ള ശ്രമം എല്ലാ കാലത്തും സൊസൈറ്റിയിലുണ്ട്. ഈ ഛിദ്രശ്രമങ്ങൾ എല്ലാ കാലത്തും സൊസൈറ്റിയിലുണ്ട്. സെൻസിബിളായിട്ടുള്ള മനുഷ്യർ, പരസ്പരം ഉത്തരവാദിത്വമുള്ള മനുഷ്യർ ഈ ഛിദ്രവാസനകളെ ഇല്ലാതാക്കാനും മനുഷ്യർ എന്നുള്ള ഏകത്വത്തിലേക്ക് മനുഷ്യരെ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ സോഷ്യൽ മീഡിയ ഇത്രയധികം വ്യാപിച്ചതോടുകൂടി ഇപ്പോൾ ഈ ഗ്രൂപ്പിലിരിക്കുന്ന ആൾക്കാർക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാകുകയും അതിൻ്റെ അകത്ത് പറയുന്ന അതിൻ്റെ അകത്തെ തല നിറച്ചവന്മാർ കുറച്ച് പേരുണ്ട്. അവർ മറ്റുള്ളവർക്കിട്ട് തല്ലാൻ വേണ്ടി പ്ലാൻ ഇട്ടിരിക്കുന്ന ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിന് വളരെ പെട്ടെന്ന് അതിന് കറൻസി കിട്ടും. അതാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇപ്പം തിരുനാവായിൽ സംഭവിച്ചെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം എല്ലാ പ്രചരണങ്ങളെയും നമ്മുടെ നാട്ടിലെ എല്ലാ മെയിൻ സ്ട്രീം മീഡിയയും രാഷ്ട്രീയ പാർട്ടികളും അവഗണിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ പരാതി എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ അവഗണിച്ചു എന്നുള്ളതാണ് ഇപ്പോഴത്തെ അതിൻ്റെ പുറത്ത് സാഹിത്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തിരുനാവായിൽ നടന്ന വലിയ ഹിന്ദു ഉത്സവത്തെ എങ്ങനെയാണ് ഇവിടുത്തെ മെയിൻ സ്ട്രീം മീഡിയ, രാഷ്ട്രീയ നേതാക്കന്മാർ, രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയാണ് അവഗണിച്ചത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചർച്ച. അത് നിങ്ങൾ മെയിൻ സ്ട്രീം മീഡിയ കാണില്ല. ഇത് ഹിന്ദു ഗ്രൂപ്പുകളിൽ ഇത് പാഞ്ഞു നടക്കുകയാണ്. എങ്ങനെയാണ് ഇത് ചെയ്തതെന്ന് അസമയം നിങ്ങൾ മലപ്പുറത്തെ മനുഷ്യരോട് ചോദിച്ചു, ദേ ഡോണ്ട് ഹാവ് എ പ്രോബ്ലം. അവരിപ്പോഴേ പ്ലാൻ ചെയ്തു തുടങ്ങി. അടുത്ത വർഷം 45 ദിവസം വരികയാണെങ്കിൽ എങ്ങനെ ഈ ഉത്സവത്തെ നമുക്ക് സപ്പോർട്ട് ചെയ്യാമെന്നുള്ളതാണ് മലപ്പുറത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ ചിന്ത. പക്ഷേ ആ വസ്തുതകളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഈ ഛിദ്ര സ്വഭാവങ്ങൾ, ഈ ഫോൾട്ട് ലൈനുകളെ കൂടുതൽ അടിച്ച് വലുതാക്കി സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം. അങ്ങനെ ഇപ്പം നേരത്തെ നമ്മൾ ചർച്ചയിൽ കേട്ടതുപോലെ ശരിയായ പ്രശ്നങ്ങൾ, നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന വളരെ ശരിയായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കാനുള്ള വലിയ ശ്രമം നടക്കുന്നുണ്ട്. ഇതിനെതിരെയാണ് എനിക്ക് തോന്നുന്നു യുക്തിവാദ പഠന കേന്ദ്രവും യുക്തിവാദികളും റേഷണലായിട്ട് ചിന്തിക്കുന്ന, മനുഷ്യനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് ചിന്തിക്കുന്ന എല്ലാവരും നമ്മൾ ഒരുമിച്ച് ചിന്തിക്കേണ്ട കാര്യം എന്നുള്ളത്, ഇത്തരം ഛിദ്ര സ്വഭാവമുള്ള ഗ്രൂപ്പുകൾ, സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചരണങ്ങൾ, ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ശ്രമം, ഇതൊന്നും ഒരു സുപ്രഭാതത്തിൽ വെറുതെ നടക്കുന്നതല്ല, അത് ആക്സിഡൻ്റായിട്ട് സംഭവിക്കുന്നതല്ല. അതൊക്കെ ഒരു കൃത്യമായ പ്ലാനിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. നമ്മൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം, ഈ ചിന്ത, ഈ മനുഷ്യൻ എന്നുള്ള ഏകകത്തിൽ നിന്ന് മാറി അടിസ്ഥാനപരമായി നമ്മളെ രോഹിത് വെമുല പറഞ്ഞതുപോലെ നമ്മുടെ പ്രൈമറി ഐഡൻറ്റിറ്റിയിലേക്ക് ചുരുക്കുന്നു. നമ്മുടെ ജാതിയുടെയും മതത്തിൻ്റെയും നമ്മുടെ പ്രൈമറി ഐഡൻറ്റിറ്റിയിലേക്ക് ചുരുക്കുന്നു. ഈ ചുരുക്കിയിട്ട് ഇതിൻ്റെ പിറകിലുള്ള അടിസ്ഥാനപരമായിട്ട് ഞാൻ കാണുന്ന ഇത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അജണ്ടയാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. ഈ കൂട്ടത്തിൽ ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അജണ്ടയ്ക്കൊപ്പം കേരളത്തിൽ ഇപ്പോൾ ഈയിടെയായിട്ട് ക്രിസ്ത്യാനികളും കൂടിയിട്ടുണ്ട്. ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അജണ്ടയെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്ത വിഡ്ഢികളായ മനുഷ്യരിപ്പം ഇതിന് പിറകെ സിന്ദാബാദ് പോലെ ഇപ്പോൾ ഹിന്ദു ഖദ്രേമേഹേ, ഹിന്ദു അപകടത്തിലാണ് എന്നുള്ള വാട്സപ്പ് സന്ദേശം കിട്ടാത്ത ഒരു മലയാളി പോലും കേരളത്തിലുണ്ടാവില്ല. ലോകത്തിൽ എവിടെയെങ്കിലും ഒരു മുസൽമാൻ അല്ലാത്തവനെ കൊന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം കേരളത്തിലെ മുസ്ലിം വഹിക്കണമെന്ന് പറയുന്ന തരത്തിലുള്ള ആ അർത്ഥത്തിലുള്ള വാട്സപ്പ് സന്ദേശങ്ങൾ കിട്ടാത്ത ക്രിസ്ത്യാനികളില്ല. ഗസയിൽ നടക്കുന്ന മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളെ നൈജീരിയയിൽ നടക്കുന്നതുമായി ഇക്വേറ്റ് ചെയ്ത് ബാലൻസ് ചെയ്ത് റദ്ദാക്കാനുള്ള ശ്രമങ്ങൾ എന്ന് വെച്ചാൽ മനുഷ്യർക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലേക്ക് അപ്പുറത്തേക്കും ഈ വെറുപ്പിൻ്റെ ചിന്ത നമ്മുടെ തലച്ചോറുകളെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എന്ത് അസംബന്ധവും വിൽക്കാൻ പറ്റുന്ന ഒരു നാടായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഈ ഹിന്ദു അപകടത്തിൽ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഹിന്ദുവും ക്രിസ്ത്യാനിയും അപകടത്തിൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഏറ്റവും അവസാനത്തെ നിങ്ങൾ നോക്കൂ, ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവന എത്രത്തോളം എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയെന്ന് ആലോചിക്കണം. ശ്രീനാരായണ ഗുരുവിൽ നിന്ന് തുടങ്ങിയിട്ട് ഇപ്പം നായാടി മുതൽ നസ്രാണി വരെ കേരളത്തിൽ ഇന്ന് വരെ ഏതെങ്കിലും
ഒരു പൊതുമനുഷ്യൻ, ഒരു രാഷ്ട്രീയ നേതാവോ സമുദായ നേതാവോ നടത്തേണ്ട ഏറ്റവും വംശീയമായ പ്രസ്താവനയാണത്. അത് മുസ്ലിങ്ങളെ മാറ്റി നിർത്താനുള്ള ഇത്രയും അപകടകരമായ ഒരു പ്രസ്താവന ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു സമൂഹത്തെ, കേരളത്തിലെ 30% വരുന്ന ഒരു സമുദായത്തെ മുഴുവൻ മാറ്റി നിർത്താനുള്ള ഒരു വർത്തമാനമാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു തരത്തിലുള്ള ഓഡിറ്റും അദ്ദേഹത്തിന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് അങ്ങേയറ്റത്തെ ഖേദകരമാണ്. ഇതിൻ്റെയൊക്കെ ബാക്കി പത്രം എന്താണ്? നമ്മളിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. എന്തിനാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്? നമ്മളൊരു നിയമനിർമ്മാണ സഭയെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മൾ വരി നിന്ന് ഒരു നിയമനിർമ്മാണ സഭയെ തിരഞ്ഞെടുക്കുന്നു. ഈ നിയമനിർമ്മാണ സഭയ്ക്ക് നമ്മുടെ ഭരണഘടനയിൽ ചില കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കാൻ അവകാശമുണ്ട് എന്ന് എഴുതി വച്ചിട്ടുണ്ട്. ചില പ്രത്യേക ഏരിയകളിൽ സംസ്ഥാന ഭരണം നടത്താൻ നമുക്ക് അവകാശമുണ്ട് എന്ന്. നടക്കുമോ അത്? നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. നമ്മുടെ നിയമസഭ ഒരു നിയമം പാസ്സാക്കിയാൽ, ഒരു ബില്ല് പാസ്സാക്കിയാൽ അത് നിയമമാകണമെന്ന് യാതൊരു ഉറപ്പുമില്ല. കേരളത്തിലില്ല, കർണാടകത്തിലില്ല, തമിഴ്നാട്ടിലില്ല, തെലങ്കാനയിലില്ല, പഞ്ചാബിലില്ല. ഇന്ത്യയിലെ പ്രതിപക്ഷം ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തും നിയമസഭ ഒരു ബില്ല് പാസ്സാക്കിയാൽ അത് നിയമമാകണമെന്ന് ഒരു നിർബന്ധവുമില്ലാത്തൊരവസ്ഥയാണ്. കേരളത്തിലെ നമ്മളൊക്കെ ഇപ്പം ഇതിനെക്കുറിച്ച് അവഗണപ്പെടുന്നുണ്ടല്ലോ. നമ്മുടെ സമൂഹഗാത്രത്തിൽ മതചിന്തകൾ ഭീകരമാമിതം പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അതിന് വിദ്യാഭ്യാസമാണ് ഏറ്റവും നല്ല മറുമരുന്ന് എന്നുള്ള കാര്യവും നമ്മൾ അംഗീകരിക്കുന്നു. എന്താണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കേരളത്തിലെ മുഴുവൻ സർവകലാശാലകളിലും RSSകാർ വൈസ് ചാൻസലർമാരെ വന്നുകൊണ്ടിരിക്കുകയാണ്. മുഴുവൻ സർവകലാശാലകളുടെ സിൻഡിക്കേറ്റുകൾ, തെരഞ്ഞെടുപ്പ് നടന്നാൽ ഒരു സെനറ്റിൽ പോലും ഒരു RSSകാരും വരില്ല. പക്ഷേ ഇപ്പോൾ സിൻഡിക്കേറ്റിൽ RSSകാരുകൾ വരികയാണ്. എങ്ങനെയാണ് ഇത് വരുന്നത്? നമുക്കിതിനെ തടയാൻ പറ്റുമോ? പറ്റില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 2 വൈസ് ചാൻസലർമാരെ നിയമിക്കുന്ന കാര്യത്തിൽ ഗവർണറും സംസ്ഥാന മുഖ്യമന്ത്രിയും തമ്മിൽ വഴക്കുണ്ടായി. ഇതിൻ്റെ അവസാനം എന്താണ് ഒത്തുതീർപ്പ്? ഒരു വൈസ് ചാൻസലറെ ഗവർണർ നിയമിക്കും, ഒരു വൈസ് ചാൻസലറെ മുഖ്യമന്ത്രി നിയമിക്കും. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നിയമസഭ ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. ഈ ചാൻസലറെ, ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നീക്കുന്ന ഒരു നിയമം നമ്മുടെ നിയമസഭ പാസ്സാക്കിയ ഗവർണർക്ക് കൊടുത്തിട്ടുണ്ട്. അയാളത് ഒപ്പിടുന്നില്ല. അതാണ് പ്രശ്നം. ഈ അജണ്ട ചെന്ന് എത്തി നിൽക്കുന്നത് അവിടെയാണ്. ഇത് ചെന്നെത്തി നിൽക്കുന്നത് ഇന്ത്യക്ക് ഒരൊറ്റ നിയമനിർമ്മാണ സഭ മാത്രം മതിയെന്ന് 1949 നമ്മുടെ ഭരണഘടന ഉണ്ടായ കാലത്ത് MS ഗോൾവർക്കർ എഴുതിയ ഏതവസ്ഥയിലാണോ അദ്ദേഹം ഇന്ത്യ വിഭാവനം ചെയ്തത്, ആ അവസ്ഥയിലേക്ക് നമ്മുടെ നാട് എത്തിയിട്ടുണ്ട്. നമ്മളിത് മനസ്സിലാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ തിരഞ്ഞെടുക്കുന്ന നിയമസഭയ്ക്ക് നിയമമുണ്ടാക്കാനുള്ള അവകാശം നമ്മൾ അറിയാതെ ഇല്ലാതെയായി. നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇതാണ് നമ്മുടെ നാട് നേടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇത്തരം വളരെ സോളിഡായിട്ടുള്ള നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമ്മളെന്ത് പഠിപ്പിക്കണം എന്നുള്ള നമ്മളുടെ അവകാശം നമ്മൾ അറിയാതെ കവർന്നു കൊണ്ടുപോയി. ഇതിനെ മറയിടാൻ വേണ്ടിയിട്ടാണ് ഈ ഛിദ്രമായ ചിന്തകൾ. എങ്ങനെയാണ് ഹിന്ദു അപകടത്തിൽ, എങ്ങനെയാണ് ക്രിസ്ത്യാനി അപകടത്തിൽ, ഈ 2 കൂട്ടരും അപകടത്തിലായി കഴിയുമ്പോൾ പിന്നെ വളരെ നാച്ചുറലായിട്ട് മൂന്നാമത്തെ ആൾ ഓട്ടോമാറ്റിക്കായിട്ട് അപകടത്തിലാവില്ല, അവരും ഇറങ്ങും ഇരവാദം കൊണ്ട്. എങ്ങനെയാണ് മനുഷ്യൻ എന്നുള്ളൊരു ഏകകം എന്നുള്ള അടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാനം നമ്മൾ സൃഷ്ടിച്ചെടുത്തത്, ഏറ്റവും അവസാനത്തെ മനുഷ്യനും അന്തസ്സോടുകൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു കാലത്തേക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി നമ്മൾ സൃഷ്ടിച്ചു കൊണ്ടിരുന്ന ഒരു നാടിനെ അതിൻ്റെ അടിക്കല്ലുകൾ ഓരോന്നോരോന്നായി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഇളക്കിക്കൊണ്ടിരിക്കുന്ന പണിക്ക് മറയിടാൻ വേണ്ടിയിട്ടാണ് ഇത്തരം മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് യഥാർത്ഥമല്ലാത്ത പ്രശ്നങ്ങളിലേക്ക്, ഇല്ലാത്ത പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ ചിന്തകൾ കൊണ്ടുപോയി കെട്ടിവെക്കുക. ഹിന്ദുവെന്ന് നമ്മുടെ പ്രൈമറി ഐഡൻറ്റിറ്റി, നമ്മളൊക്കെ മിക്കവാറും ഏതെങ്കിലുമൊക്കെ ഒരു മതത്തിൻ്റെ സൈഡിൽ കൂടി ജീവിക്കുക. നമ്മളുടെ കാര്യമല്ല പറയുന്നത്, പൊതുസമൂഹത്തിൻ്റെ കാര്യമാണ്. അവരൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു മതത്തിൻ്റെ ഐഡൻറ്റിറ്റിയോട് ചേർന്ന് ജീവിക്കുന്നവരാണ്. നിങ്ങൾക്കിനി ജീവിക്കാൻ വയ്യ. നിങ്ങൾ ഇത്രയും കാലം കൊണ്ടുവന്ന് നടന്ന നിങ്ങളുടെ സാംസ്കാരിക കൂടിച്ചേരലുകളുടെ സ്ഥലങ്ങൾ ഇതാ സർക്കാർ വേറെ ആരൊക്കെയോ കവർന്നു കൊണ്ടുപോകുന്നു, നിങ്ങളുടെ അയൽക്കാരൻ കവർന്നു കൊണ്ടുപോകുന്നു എന്നുള്ള നിങ്ങളെ നിരന്തരം ഭീതി എന്ന് പറഞ്ഞാൽ സാധാരണ ഭീതിയല്ല, നിങ്ങൾ അപകടത്തിലാണ്, നിങ്ങളുടെ ചിന്ത അപകടത്തിലാണ്, നിങ്ങളുടെ മക്കളുടെ ഭാവി അപകടത്തിലാണ്. ഈ രാജ്യം വേറെ ആരൊക്കെയോ എടുത്തുകൊണ്ടുപോകാൻ വേണ്ടി പോകുന്നു എന്നുള്ള അത്യന്തം മൂർച്ചയുള്ള ചിന്ത നമ്മുടെ മനുഷ്യരുടെ തലച്ചിൽ. അതുകൊണ്ടാണ് സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കാത്ത പലതരത്തിലുള്ള വർത്തമാനങ്ങൾ പരസ്യമായിട്ട് പറയാൻ ആളുകൾക്ക് ധൈര്യം വരുന്നത്. എനിക്ക് നമ്പൂതിരിയാകണം എന്നൊരാൾ പറയണമെങ്കിൽ എത്രത്തോളം ഈ ചിന്ത, ഈ റിഗ്രസീവ് തോട്ട് അയാളുടെ തലയിലേക്ക് വന്നിട്ടുണ്ടാകണമെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ ശബരിമല എത്ര പെട്ടെന്നാണ് ഒരു കച്ചവടത്തിൻ്റെ
അത്രം സ്കോപ്പുള്ള ഒരു സാധനമാക്കി അവിടുത്തെ പൂജാരിമാർ മാറ്റിയെടുത്തത്. ഇതുമായി ഞാൻ ഗോവർദ്ധൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ജാമ്യാപേക്ഷ വായിക്കുകയുണ്ടായി. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്ക് അയാളുടെ സങ്കടം തോന്നും. ശബരിമല അയ്യപ്പൻ്റെ അവിടുത്തെ ഓരോ വാതിൽപ്പാളി, കട്ട്ല, വാതിൽ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ആ പാവപ്പെട്ട മനുഷ്യനെ കൊണ്ട് കോടിക്കണക്കിന് രൂപ ചിലവാക്കിച്ചു. എന്നിട്ട് ഈ പൊളിച്ചുകൊണ്ട് പോയ ഈ സാധനം കൊണ്ട് പൂജ വെക്കണമെങ്കിൽ 50 ലക്ഷം രൂപ എന്ന് പറഞ്ഞിട്ട് ആ പാവപ്പെട്ട ജയറാമിൻ്റെ അടുത്ത് നിന്നൊക്കെ പൈസ മേടിച്ചിട്ടുണ്ട്. എത്ര പെട്ടെന്നാണ് ഇത് ഒരു നമ്മളുടെ പരാജയമാണെന്ന് ഞാൻ പറയും. മതവിശ്വാസത്തെ ഇപ്പം സാധാരണഗതിയിൽ ഇന്ത്യയിൽ ഇടതുപക്ഷം ഇപ്പോൾ കഴിഞ്ഞ 30-ആം തീയതി മഹാത്മാഗാന്ധിയെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് കേരളത്തിൽ CPM പരിപാടികൾ സംഘടിപ്പിച്ചു. 50 വർഷം മുമ്പാണെങ്കിൽ മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവിനെയും അങ്ങേയറ്റം വിമർശനാത്മകമായി കണ്ടുകൊണ്ടിരുന്ന ആളുകളാണ്. എന്തുകൊണ്ടാണ് അവർക്കത് ചെയ്യേണ്ടി വന്നിരുന്നത്? നമ്മൾ സാധാരണ മതവിശ്വാസത്തെ പോലും ഓക്കെ എന്ന് പറയേണ്ട അവസ്ഥയായി. കാരണം അതിലും അപ്പുറത്തേക്കുള്ള അസംബന്ധം നമ്മുടെ നാട്ടിൽ വേരൂന്നിക്കൊണ്ടിരിക്കുകയാണ്. അവരെ ശത്രുവായിട്ട് കാണുന്ന തരത്തിലുള്ള മതം പോലും കാണാത്ത വിധത്തിലുള്ള അപകടകരമായ ഉപയോഗത്തിലേക്ക് മതം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ പിറകിൽ അജണ്ടകളുണ്ട് എന്നുള്ള, അധികാരത്തിന് വേണ്ടിയുള്ള അജണ്ടകളുണ്ട്. ഇതൊക്കെ ഒട്ടും ആകസ്മികമായിട്ട് സംഭവിക്കുന്നതല്ല. നമ്മുടെ നാട്ടിൽ ഒരു മതം മതി, ഒരു സംസ്കാരം മതി, ഒരു ഭാഷ മതി, ഒരു തരം വസ്ത്രം മതി, ഒരു തരം ഭക്ഷണം മതി എന്നുള്ള ഫാഷിസ്റ്റ് തോട്ടിൻ്റെ, വൈവിധ്യത്തിനെതിരെയുള്ള ഫാഷിസ്റ്റ് തോട്ടിൻ്റെ പലതരത്തിലുള്ള എക്സ്പ്രഷൻസാണിത്. ഈ പാറ്റേൺ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ നിയമസഭയ്ക്ക് നിയമം പാസ്സാക്കാനുള്ള അവകാശം കവർന്നെടുക്കപ്പെട്ടു പോയി എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇതൊന്നും ആകസ്മികമല്ല എന്നുള്ള വസ്തുത നമുക്ക് പിടികിട്ടൂ. ഈ കവർച്ച, നമ്മുടെ ജനാധിപത്യ അവകാശങ്ങളുടെ കവർച്ച അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് നമ്മുടെ ശ്രദ്ധ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഈ മതത്തിൻ്റെ ഐഡൻറ്റിറ്റിയിലേക്ക് ചുരുക്കുകയും ഒരു മതമനുഷ്യൻ എന്ന നിലയ്ക്ക് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമുമായി നിങ്ങൾക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് ഈ നാട്ടിലുണ്ട് എന്നൊരു കാര്യം പരത്തിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള പണി അപ്പുറത്ത് നടക്കുന്ന ഈ വലിയ കവർച്ച എളുപ്പമായി. ഇതാണ് എനിക്ക് തോന്നുന്നു റേഷണലിസ്റ്റുകളായ എല്ലാ മനുഷ്യരും വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട കാര്യം. കാരണം ഇതൊന്നും ആകസ്മികമായി നടക്കുന്നതല്ല, ഇതൊരു പാറ്റേണിൻ്റെ ഭാഗമായി നടക്കുന്നതാണ്. ഇതിൻ്റെ പുറകിൽ ഒരു ചിന്തയുണ്ട്. ആ ചിന്തയുടെ നേരെ എതിർവശത്താണ് ഒരു യുക്തിവാദിയുടെ ചിന്തയിരിക്കുന്നത്. അയാളെ സംബന്ധിച്ച് മനുഷ്യൻ മാത്രമാണ് ഏകകം. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും ഷെയർ ചെയ്യുന്ന ഒരു ചിന്ത എന്നുള്ളത്, നമ്മളെ ഒന്നിപ്പിക്കുന്ന ഒരേ ഒരു ഘടകം നമ്മൾ മനുഷ്യരാണ് എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളാരും മനുഷ്യരല്ല. നിങ്ങൾ ഈ ബഞ്ച് ഓഫ് തോട്ട് എന്നുള്ള പുസ്തകം വായിച്ചാൽ, വിചാരധാര എന്നുള്ള പുസ്തകം വായിച്ചാൽ എല്ലാവരും വായിക്കണമെന്ന് ഞാൻ പറയും. ഞാൻ അതൊരിക്കൽ റെക്കമെൻഡ് ചെയ്യുകയും ചെയ്തു. കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിലും ഈ സാധനം പഠിപ്പിക്കണം. കാരണം അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുക RSSൻ്റെ ചിന്തയിൽ മനുഷ്യരില്ല, മെഷീനുകളാണുള്ളത്. രാവിലെ എണീറ്റ് വൈകുന്നേരം വന്ന് കിടന്നുറങ്ങുന്ന മെഷീനുകൾ, ആ മെഷീനുകളാക്കി മാറ്റാനുള്ള വലിയ ശ്രമം ആണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള നമ്മൾ മതത്തെ ഉപയോഗിക്കുന്ന, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന നമ്മൾ കാണേണ്ടത്, മീഡിയ പഴങ്ങുന്നതിനേക്കാൾ എളുപ്പത്തിൽ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു റേഷണലായിട്ട് ചിന്തിക്കുന്ന മനുഷ്യർ, യുക്തിവാദികൾ, മതത്തെ അതിൻ്റെ വഴിക്ക് വിടുന്ന ആളുകൾ, നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ സക്രിയമായി ഇടപെടുക എന്നുള്ളതാണ്. ഇത് മതത്തിൻ്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 60 വർഷം മുമ്പ് നമുക്കത് ചെയ്യാമായിരുന്നു. ഇപ്പം നമുക്കത് ചെയ്തുകൂടാ. നമ്മളിതിൽ ഇടപെടേണ്ടതുണ്ട്. തിരുനാവായിൽ ഒരു ഹിന്ദു മത ധ്വംസനം നടക്കുന്നില്ല എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അവിടെ നടക്കുന്നത് അവിടെ വേറെ ആരും അവിടെ ഉപദ്രവം നടത്തുന്നില്ല, അത് അവരുടെ കാര്യമെന്ന് പറഞ്ഞ് നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്ന കാലമല്ലിത്. ആ കാലം മാറിയിരിക്കുന്നു. റേഷണലായിട്ട് ചിന്തിക്കുന്നത് നിങ്ങൾ നോക്കൂ അങ്ങനെ അല്ലല്ലോ എന്ന് നമ്മൾ കൂടി പറയേണ്ട അവസ്ഥയുണ്ട്. അത് രാഷ്ട്രീയക്കാരന് മാത്രമായിട്ട് വിട്ടുകൊടുത്തുകൂടാ. അവർക്കതിനെ അഡ്രസ്സ് ചെയ്യാൻ ഭയങ്കരമായ ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ അത് രാഷ്ട്രീയ പാർട്ടി ഇല്ലാത്ത യുക്തിവാദ മനുഷ്യർക്ക് അത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ് എൻ്റെ തോന്നൽ. അതുകൊണ്ട് എൻ്റെ വർത്തമാനം ഞാൻ നിർത്തുകയാണ്. ഒരു ഭീകരമായിട്ടുള്ള ഒരു അണ്ടർ കറണ്ട്, ഒരു അന്തർധാര നമ്മുടെ സമൂഹത്തിൽ രൂപപ്പെട്ടു വരുന്നുണ്ട്. അത് പലപ്പോഴും ഇപ്പോൾ മുകളിലേക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു. ഇത് ചെക്ക് ചെയ്യപ്പെടാതെ, കൺട്രോൾ ചെയ്യപ്പെടാതെ, പ്രതിരോധിക്കപ്പെടാതെ മുമ്പോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന 2 മനുഷ്യർ തമ്മിൽ കാണുമ്പോൾ 2 മനുഷ്യരാണ് എന്ന് ചിന്തിക്കുന്നതിന് പകരം ഉത്തരേന്ത്യയിലെ പോലെ അയാളുടെ മതം ഏതാണ്, ജാതി ഏതാണ് എന്ന് ചിന്തിക്കുന്ന ഭീകരമായിട്ടുള്ള അവസ്ഥ നമ്മുടെ വാതിൽപ്പടിയിൽ നിൽക്കുന്നുണ്ട്. അതിനുള്ള ഏറ്റവും വലിയ ശ്രമം ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഇതിലൂടെ നടക്കുന്നുണ്ട്. ഇതിനെതിരെയുള്ള പ്രതിരോധം
സംഘടിപ്പിക്കുന്നത് ഇതിൽ തന്നെ അതിനുള്ള പ്രതിരോധം സംഘടിപ്പിക്കേണ്ടതുണ്ട്. അതിനുള്ള സംഘടിതമായിട്ടുള്ള, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള, പ്ലാൻഡ് ആയിട്ടുള്ള ശ്രമം നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാകണം. ആ ഒരൊറ്റ അഭ്യർത്ഥന മാത്രം മുമ്പോട്ട് വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കേട്ടതിന് നന്ദി. നമസ്കാരം.